നമസ്കാരം. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത ഗീതാ സന്ദർഭത്തെ പറ്റിയുള്ള പ്രഭാഷണം നിർവഹിക്കുന്നത് ശ്രീ ഹരികുമാർ അവർകളാണ്. ഡോക്ടർ ഹരികുമാർ അവർകളാണ്. അദ്ദേഹം വിദേശത്താണ്, UAE-യിലാണ്. എങ്കിൽ പോലും നമ്മളുടെ ഈ യജ്ഞം എല്ലാ രാജ്യങ്ങളിലും എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കൂടിയാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് ദർശിക്കുവാനിടയായി. തീർച്ചയായും അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിയാവണമെന്നുള്ള താല്പര്യം നമുക്കും അതൊരു ഗുണകരമാകുന്നു, സന്തോഷമാകുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ലോകവും വസുധൈവ കുടുംബകമെന്ന സങ്കല്പം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജ്ഞാനം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ച അദ്ദേഹത്തിനുള്ള നമസ്കാരം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്തതായിട്ട് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 9-ാം അധ്യായം. ഇതിൻ്റെ പേര് രാജവിദ്യ രാജഗുഹ്യയോഗം, സുപ്രീം സീക്രട്ട് നോളജ്, റോയൽ നോളജ്, റോയൽ സീക്രട്ട്, കിങ് നോളജ്, കിങ് സീക്രട്ട്, സുപ്രീം നോളജ്, സുപ്രീം സീക്രട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഭാരത തത്വശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ബേസിക്കായിട്ടുള്ളതാണ് ഈ അധ്യായം. അതുമാത്രവുമല്ല, സ്പിരിച്വാലിറ്റിയുടെ, ആത്മീയതയുടെ ബേസിക്കും ഈ അധ്യായം തന്നെയാണ്. ഏറ്റവും മഹത്തരമായിട്ടുള്ള വിദ്യ, ഏറ്റവും മഹത്തരമായിട്ടുള്ള രഹസ്യം. ഇത് ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന ഒരു ബ്ലണ്ടർ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകമുണ്ടാക്കിയ രഹസ്യമാണ് ഇതിനകത്ത് എന്നാണ്, ആ രഹസ്യമാണ് വിദ്യയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ വിദ്യയും രഹസ്യവും തമ്മിലുള്ള യോഗമാണ് രാജവിദ്യ രാജഗുഹ്യ യോഗമെന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത്. നാളുകൾ വേണ്ടി വന്നു അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് 9-ാമത്തെ ചാപ്റ്ററായിട്ട് വരാനും കാരണമുണ്ട്. ഈ അധ്യായം ത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്, ഭഗവത്ഗീതയിലെ 1-ാമത്തെ ചാപ്റ്റർ മുതൽ 8-ാമത്തെ അധ്യായം വരെയുള്ള അതിൻ്റെ എസൻസാണ് ഈ 9-ാം അധ്യായം. അതുപോലെ തന്നെ 10-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെയുള്ള ഭഗവത്ഗീതയുടെ എസൻസാണ് ഈ 9-ാമത്തെ അധ്യായം. അപ്പോൾ 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയുടെ 9-ാമത്തെ അധ്യായമെന്ന് പറയുന്നത് ബാക്കി 17 അധ്യായങ്ങളുടെയും സത്താണ്. കഴിഞ്ഞതിൻ്റെയും വരാൻ പോകുന്നതിൻ്റെയും സത്താണ്. ഇവിടെ ഇത്രമാത്രം രഹസ്യമായതുകൊണ്ടാണ് നമ്മൾ രഹസ്യമായതും ലോലമായിട്ടുള്ളതും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലാണല്ലോ സൂക്ഷിച്ചു വെക്കുന്നത്. ഭഗവത്ഗീതയിലെ ഈ 9-ാമത്തെ അധ്യായം
മധ്യഭാഗത്തായിട്ടാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഹൃദയം എന്ന് പറയുന്ന അവയവം മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായതുകൊണ്ട് അതും മിഡിൽ ഭാഗത്തായിട്ടാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ 9-ാമത്തെ അധ്യായത്തിൻ്റെ കാര്യവും. ഇങ്ങനെ ഏറ്റവും മധ്യഭാഗത്ത് വളരെ ലോലമായ ഒരു സാധനം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഗീതാഹൃദയം എന്നും പറയാറുണ്ട്. മറ്റുള്ള അധ്യായങ്ങളിൽ സ്പന്ദനങ്ങളില്ല. ഈ 9-ാമത്തെ അധ്യായത്തിൽ സ്പന്ദനങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഇത് മാത്രവുമല്ല, ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റധ്യായങ്ങൾ തരുന്നതിനേക്കാളും കൂടുതൽ വിശേഷം ഈ അധ്യായത്തിന് നൽകുവാൻ സാധിക്കും. പക്ഷേ ഫോർ ദാറ്റ് യു നീഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു സംസ്കൃത പദം എടുത്തിട്ട് അതിനേക്കാൾ കാഠിന്യമുള്ള മലയാളം പദത്തിലേക്ക് അതിനെ തർജ്ജിമ ചെയ്തിട്ട് മുമ്പിലുള്ള വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാം ഇതിനെ പറഞ്ഞു കൊടുക്കുക. അത് ഈ അധ്യായത്തിൻ്റെ കാര്യം മാത്രമല്ല, സംസ്കൃതത്തിൽ വിരചിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഉപനിഷത്തിൻ്റെയും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറയുന്നത്, ഒരിക്കലും ഉപദേശം ആവശ്യമില്ലാത്തവന് കൊടുക്കരുതെന്ന് പറയുന്നത്. അന്വേഷിച്ചു പോകുന്നവന് മാത്രമേ ഉപദേശങ്ങൾ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ആ ഉപദേശങ്ങൾക്കൊരു വിലയും ആ വ്യക്തി നൽകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് രഹസ്യമായിട്ടിരിക്കുന്നത്. ഈ അറിവ് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതായത് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, എന്നാൽ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നുമില്ല. അങ്ങനെ മനസ്സിലാകാത്തവർക്കും ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇത് അതീവ രഹസ്യമാണ്, ഉത്തമമാണ്, പരിശുദ്ധമാണ്, സ്പഷ്ടമാണ്, ധർമാനുസരണമായിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്, അനശ്വരവുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് എന്തുകൊണ്ടത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു? ഇതിനെ മനസ്സിലാക്കാൻ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം മറ്റൊരു രീതിയിൽ. ഇത് രാജവിദ്യ, രാജഗുഹ്യ യോഗം. ഇതിനെ ഒരു 4 ലെറ്റേഴ്സിൽ കൂടി പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ. രാജ മീൻസ് കിങ്. So K stands for king. I means inconceivable relationship. At the same time, it is indispensable relationship also. Then coming N. N means non-devotees. And the last letter is G, which is for glory. It is king. You know that it is king. It is supreme. This knowledge is also supreme, and that knowledge is secret also. So we can leave that K. Then coming inconceivable relationship. हमारी समस्या से बाहर है ये, हमारे समझ में ये नहीं आएगा. ഇൻഡിസ്പെൻസബിൾ റിലേഷൻഷിപ്പ്, ഒഴിച്ചുകൂടാൻ വയ്യാത്ത ബന്ധങ്ങളുമാണ്. നോൺ ഡിവോട്ടീസാണ്, ഗ്ലോറിയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഈ 9ാമത്തെ ചാപ്റ്റർ എളുപ്പം മനസ്സിലാവും. നോക്കാം. ഇൻകൺസ്യൂവബിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇന്ന് ഇതേ സമയത്ത് ഒരാൾ അമേരിക്കൻ നാടുകളിൽ കാണപ്പെടുന്നു, അതേ ആൾ തന്നെ നമ്മളിവിടെയും കാണപ്പെടുന്നു. അതേ ആൾ തന്നെ ജപ്പാനിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അയാളെ തായ്ലൻഡിൽ കാണപ്പെടുന്നു. കാണപ്പെടുകയോ അയാളുടെ പ്രസൻസ് അവിടെ അനുഭവിക്കപ്പെടുകയോ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു ദിവ്യശക്തിയെയാണ് നാം ഭഗവാൻ എന്ന് പറയുന്നത്. സോ ഹി ക്യാൻ ബി എനിവെയർ, ഹി ക്യാൻ ബി വിത്ത് എനിബഡി, he can be do any job anywhere. This is inconceivable relationship. So he is having a relationship all universe at the same time. Indispensable relation ആണ്. അദ്ദേഹത്തിൻ്റെ ബന്ധമെന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പാണ്. അദ്ദേഹത്തിനത് ബാധകമല്ല. പക്ഷേ അദ്ദേഹത്തിന് ബാധകമല്ല എങ്കിലും അദ്ദേഹം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിടുന്നതും നമ്മളെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. സോ he is inconceivable relationship and indispensable relationship and non-devotees. Here it is noting, it is mentioning about the mental situation of non-devotees. Non-devotees means those who are not having any spirituality. So they are thinking that I am a human body, I am son of so and so, I don't have any spiritual power, I don't have any power, and I am a human being like others. അങ്ങനെ വിചാരിക്കുന്ന ചില ഫൂൾസ് ഉണ്ട്, ചില വിഡ്ഢിയന്മാരുണ്ട് ഈ ലോകത്തിൽ. അവരെയാണ് ഇവിടെ നോൺ ഡിവോട്ടീസ് എന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലോറി, ഈ സത്യം മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ആണ് രാജാവ്, എനിക്ക് എല്ലാത്തിനോടും എല്ലാവരോടും ബന്ധമുണ്ട്. നോൺ ഡിവോട്ടീസ് ആയിട്ടുള്ളവർ അങ്ങനെ കരുതുന്നില്ല. എന്നാൽ ബാക്കിയുള്ളവർക്ക്, എന്നെ അങ്ങനെ കരുതാത്തവർക്ക് എല്ലാ രീതിയിലുമുള്ള സന്തോഷത്തെയും ഞാൻ പ്രദാനം ചെയ്യുന്നു. ഇത്രയുള്ള ഈ സീക്രട്ട് മനസ്സിലാക്കാൻ എളുപ്പം. സോ നൗ വി വിൽ ഗോ. വാട്ട് ഈസ് ദിസ് ഇൻകൺസ്യൂവബിൾ റിലേഷൻഷിപ്പ്? ഇൻകൺസ്യൂവബിൾ റിലേഷൻഷിപ്പ് ഏതൊന്നിനെ അറിഞ്ഞിട്ടാണ് എൻ്റെ അസൂയ മനസ്സിൽ നിന്നും അസൂയ മാറിപ്പോകുന്നതും എല്ലാവിധ ടെക്നിക്കോടും കൂടിയുള്ള രഹസ്യം എന്താണ്? ഇതാണ് കൺസ്യൂവബിൾ റിലേഷൻഷിപ്പ്.